നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജനന ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുസ്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴെല്ലാം ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ധർമ്മ സംരക്ഷണത്തിനായി അവതരിക്കും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രവും അഷ്ടമി തിഥിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കുന്നത്. ഗോകുലാഷ്ടമി, ജന്മാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി എന്നിങ്ങനെ പല പേരുകളിലും ഈ ആഘോഷ ദിവസത്തെ അറിയപ്പെടാറുണ്ട്. പൊതുവെ അഷ്ടമി രോഹിണി എന്നാണ് ഈ പുണ്യ ദിവസത്തെ അറിയപ്പെടുന്നത്. ശ്രീകൃഷ്ണ ജയന്തി എന്നാൽ ആഘോഷങ്ങളുടെ ദിനമാണ്. നാടെങ്ങും കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞാടുന്ന ദിവസം. ഈ ദിവസത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മയിൽപ്പീലി അണിഞ്ഞ ഉണ്ണിക്കണ്ണന്മാർ അനുസരിക്കുന്ന ശോഭായാത്രകളാണ്. കാലമത്ര കഴിഞ്ഞാലും ഈ ദിനം ആ കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ ഒളിമങ്ങാതെ നിൽക്കും. ശ്രീകൃഷ്ണന്റെ ജനനത്തെയും ശ്രീകൃഷ്ണ അവതാരത്തിന്റെ കഥകളും നമ്മുടെ പുരാണ കഥകളിലെ കൃഷ്ണാവതാരം കഥ പറയുമ്പോൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ണിക്കണ്ണൻ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകട്ടെ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.